നമ്മുടെ സോളാർ ജനറേഷന്റെ പോർട്ടലായ സെംസ് കയറി ജനറേഷനെ കുറിച്ച് വെറുതെ ഒന്ന് നോക്കിയപ്പോഴാണ് ഞാൻ ആകെപ്പാടെ ഞെട്ടിപ്പോയത്. ഇതാ നോക്കിക്കേ, ഒരു മാസം ഏകദേശം 10-20 ദിവസം ആവുന്നു. അപ്പൊ നോക്കിയപ്പോൾ ആകെപ്പാടെ 79 കിലോ വാട്ടാണ് ജനറേഷൻ നടന്നിരിക്കുന്നത്. എന്താണ് സംഭവിച്ചതെന്ന് അറിയാനുള്ള ഡെയിലി ജനറേഷന്റെ ഡീറ്റെയിൽ എടുത്ത് നോക്കിയപ്പോൾ ശരിക്കും ഞെട്ടി. 5-ാം തീയതിക്ക് ശേഷം എന്റെ പ്ലാന്റ് ഈ 19-ാം തീയതി വരെ വർക്ക് ചെയ്തിട്ടില്ല. എന്താ നമ്മൾ ചെയ്യുക? നമ്മൾ സ്വാഭാവികമായിട്ട് നമുക്ക് തന്നിരിക്കുന്ന, അതായത് നമുക്ക് സോളാർ ഇൻസ്റ്റാൾ ചെയ്തിരിക്കുന്നവരെ വിളിക്കുകയാണ് ചെയ്യുന്നത്. പക്ഷെ അതിനകത്ത് മനസ്സിലായത് നമ്മൾ ടാറ്റ സോളാറിന്റെയാണ് ചെയ്തിരിക്കുന്നത്. അപ്പൊ ടാറ്റ സോളാറിന്റെ ഇൻസ്റ്റാൾ ചെയ്തവരെ വിളിച്ചപ്പോഴാണ് അവർ പറയുന്നത് അതിന് വേറെയാണ് കസ്റ്റമർ കെയർ സെന്റർ. ആ നമ്പറിൽ വിളിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ അവർ വന്നായിരിക്കും ഈ കാര്യങ്ങൾ റെക്ടിഫൈ ചെയ്യുന്നതെന്ന്. അപ്പൊ ഞാൻ അങ്ങനെ, അപ്പൊ അവരെ ഏത് നമ്പറിലാണ് വിളിക്കേണ്ടതെന്ന് ഞാൻ ഇതിനകത്ത് കാണിക്കാം. അപ്പൊ വിളിച്ച് അവർ തന്ന നിർദ്ദേശപ്രകാരം ഞാൻ നമ്മളുടെ പ്ലാന്റ് ഒന്ന് നോക്കുകയും നമ്മളെ കൊണ്ട് തന്നെ അത് ശരിയാക്കാൻ പറ്റുകയും ചെയ്തു. എന്നെ പോലെ തന്നെ സോളാർ വെച്ചിട്ടുള്ള നിങ്ങളും ഈ കാര്യങ്ങൾ അറിയണം. അതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. നമുക്ക് നേരെ നമ്മുടെ വീഡിയോയിലേക്ക് പോവാം. ഞാനിതാ നമ്മുടെ ഒരു സെംസിൻ്റെ പോർട്ടൽ, അതായത് നമ്മുടെ ഈ ഡ്രൈവിൻ്റെ പോർട്ടൽ എടുത്ത് നോക്കിയപ്പോഴത്തേക്കും നമ്മുടെ സോളാർ ജനറേഷൻ കാണിക്കുന്നില്ല. ഇതാ ഇവിടെ വന്ന് നോക്കിയപ്പോൾ സോളാർ മീറ്ററും ഡെഡായിട്ടാണ് കാണിക്കുന്നത്. അപ്പോൾ എന്ത് ചെയ്യണമെന്ന് മീറ്ററിൽ നോക്കിയപ്പോൾ ഇതാ ഈ കാണുന്നത് പോലെ യൂട്ടിലിറ്റി ലോസ് എന്നും പറഞ്ഞാൽ കാണിക്കുന്നത്. നമ്മളിത് ഇടയ്ക്ക് ക്ലീൻ ചെയ്യുകയൊക്കെ ചെയ്യുന്നതുകൊണ്ട് തന്നെ ഇവിടെയൊക്കെ ഞാൻ നോക്കി. നമ്മളുടെ ഒരു പ്രാഥമിക നിഗമനം അല്ലെങ്കിൽ ഒരു അന്വേഷണം എന്ന രീതിയിൽ നമ്മൾ നോക്കിയപ്പോൾ ഇതാ ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടായിരിക്കും, ഈ സാധനങ്ങൾ പച്ചയായിരിക്കണം എപ്പോഴും. ആ 3 സാധനങ്ങൾ പച്ചയാണ്. ഇത് രണ്ടും ഇത് ഓണാണ്. ഈ MCBകൾ ഓണാണ്, ട്രിപ്പല്ല. ഇതൊരു ഫ്യൂസാണ്. അപ്പോൾ അതിനകത്ത് നമുക്ക് ഇത് നമ്മളുടെ വിഷ്വലി നമ്മൾ നോക്കുമ്പോൾ ഈ സാധനം ഇത് രണ്ടും ഓണാണ്. ഇതിലിത് 3ലും പച്ചയാണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. അതിൻ്റെ അർത്ഥം അപ്പം നോർമലി ഇതിനകത്ത് കുഴപ്പമൊന്നും ഇല്ല എന്നുള്ളതാണ്. അപ്പം ഇവിടെ കാണിച്ചത് യൂട്ടിലിറ്റി ലോസ് എന്നുള്ള ഒരു സിമ്പിളാണ്. അപ്പോൾ പിന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ ഒന്ന് ചെക്ക് ചെയ്യാം. ഞാനിവിടെ നമ്മളുടെ ഈ ACDB തുറന്നു നോക്കി. അപ്പോൾ അതിൻ്റെ അകത്ത് ചിലപ്പോഴൊക്കെ നമുക്ക് നോക്കുമ്പോൾ ഈ ബ്രേക്കറുകൾ ഇങ്ങനെ ഓഫായി കിടക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മളത് ഓണാക്കി കൊടുത്താൽ മതി. പക്ഷേ ഇവിടെ ഓണാണ്. പിന്നെ ഉള്ളത് ഇവിടെ ഒരു SPD എന്നും പറഞ്ഞൊരു സാധനമുണ്ട്. ഈ സാധനത്തിൽ ഇത് കണ്ട ഒരെണ്ണം ചുവപ്പും ഒരെണ്ണം പച്ചയായിട്ട് കിടക്കുന്നത്. ഈ പച്ച എന്ന് പറഞ്ഞാൽ നല്ലതാണെന്നുള്ളത്. അപ്പോൾ ഈ ചുവപ്പിൻ്റെ അർത്ഥം ഇത് ഈ ഫ്യൂസ്, ഇതിനകത്തുള്ള ഫ്യൂസ് ബ്ലോൺ ഔട്ട് ആയി എന്നുള്ളതാണ്. അപ്പോൾ ഇനിയിപ്പോൾ ഇത് ചേഞ്ച് ചെയ്യണം. പക്ഷേ ഈ SPD പോയാലും ജനറേഷൻ നടക്കേണ്ടതാണ്. അപ്പോൾ ഞാൻ അവരെ കോൺടാക്ട് ചെയ്തപ്പോൾ അവർ ജസ്റ്റ് ഓപ്പൺ ചെയ്യാൻ പറഞ്ഞിട്ടാണ് ഞാനിപ്പോൾ ഇത് ഓപ്പൺ ചെയ്ത് നോക്കിയത്. അപ്പം നമുക്ക് അഥവാ ഇനി നമ്മൾ പറഞ്ഞു വരുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് സോളാർ ജനറേഷൻ നടക്കുന്നില്ലെങ്കിൽ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് പറ്റുവാണെങ്കിൽ എല്ലാ ദിവസവും തന്നെ ഇടയ്ക്ക് രാവിലത്തെ ഒരു സമയങ്ങളിൽ നമ്മുടെ പ്ലാന്റിൽ ജനറേഷൻ നടക്കുന്നുണ്ടോ ഇല്ലേ എന്നുള്ളത് നമ്മളുടെ മൊബൈലിൽ കണക്ട് ചെയ്ത് കിട്ടുന്ന ആപ്പിൽ നോക്കേണ്ടതാണ്. അപ്പോൾ പിന്നെ അതിനകത്ത് പിന്നെ ഉള്ളത് ഈ മെയിൻ സ്വിച്ചാണ്. ഈ മെയിൻ സ്വിച്ച് ഞാൻ തുറന്ന് നോക്കിയപ്പോഴത്തേക്കും സ്വിച്ച് ഓഫ് ചെയ്തതിന് ശേഷം മാത്രമേ ഇത് ഇങ്ങനെ ഓൺ ആയിരിക്കും. ഈ സ്വിച്ച് ഓഫ് ചെയ്തതിന് ശേഷം മാത്രമേ തുറക്കാവുള്ളൂ. തുറന്ന് ഞാൻ ചെക്ക് ചെയ്തപ്പോഴത്തേക്കും ഇതിൻ്റെ അകത്ത് ഒരു ഫ്യൂസ് പോയിട്ടുണ്ട്. ഈ ഫ്യൂസ് ബ്ലോൺ ഔട്ട് ആയിട്ടുണ്ട്. ഇങ്ങനെ പോകുമ്പോഴത്തേക്കും ഈ യൂട്ടിലിറ്റി ലോസ് എന്നും പറഞ്ഞ് കാണിക്കാം. അപ്പോൾ എന്നോടിപ്പോൾ അവരുടെ നിർദ്ദേശപ്രകാരവും പിന്നെ ഞാൻ ടെക്നീഷ്യൻ ആയതിൻ്റെ പേരിലും ഞാൻ ഇതിൻ്റെ ഫ്യൂസ് ഒന്ന് കെട്ടി ഇട്ട് നോക്കുകയാണ്. അപ്പോൾ അത് നമുക്ക് ശരിയാവില്ലെന്ന് നോക്കാം. ഈ കാണിക്കുന്നതൊക്കെ നിങ്ങളുടെ അറിവിലേക്ക് മാത്രമാണ്. നമ്മൾ കൂടുതലായിട്ട് ഇതിനെക്കുറിച്ച് അറിയാത്തവർ ഇതിലൊന്നും പണിയാനൊന്നും പോകരുത്. നമുക്ക് ചെയ്യാവുന്നത് ഈ പറഞ്ഞതുപോലെ AC ഡിസ്ട്രിബ്യൂഷൻ ബോർഡിൽ ആ ഫ്യൂസ് താന്ന് കിടക്കുവാണോ എന്നുള്ളതും, അതുപോലെ തന്നെ നമ്മുടെ ഈ ഇൻവെർട്ടറിൻ്റെ ഡിസ്പ്ലേയിൽ എന്താണ് ഫോൾട്ട് കാണിക്കുന്നത്, ഇതേപോലുള്ള ഇതിൽ പച്ചയാണോ ചുവപ്പാണോ, ഈ ബ്രേക്കറുകൾ ഏതെങ്കിലും ട്രിപ്പായിട്ടുണ്ടോ, ഇത്രയും കാര്യങ്ങൾ മാത്രം നോക്കിയിട്ട് നമ്മൾ അവരെ കോൺടാക്ട് ചെയ്യണം. അവരെ കോൺടാക്ട് ചെയ്യേണ്ട നമ്പർ ഞാൻ പുറകെ തരാം. എന്തായാലും നമുക്ക് ഇതൊന്ന് കെട്ടിയിട്ട് നോക്കാം. പൊട്ടിപ്പോയ ഫ്യൂസ് നമ്മളിവിടെ വേറെ കമ്പിയിട്ട് കെട്ടിയിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് ഇൻസെർട്ട് ചെയ്തിട്ട് നമുക്കൊന്ന് ഓണാക്കി നോക്കാം. അടച്ച് നന്നായിട്ട് ലോക്ക് ചെയ്ത് അപ്പോൾ ഞാനിതൊന്ന് ഓണാക്കി നോക്കുകയാണ്. ഇപ്പോൾ നമ്മൾ ഓണാക്കിയപ്പോൾ തന്നെ നമ്മുടെ മീറ്ററിലേക്ക് ലൈൻ വന്നിട്ടുണ്ട്. മീറ്ററിൽ പച്ച ലൈറ്റൊക്കെ കത്തി. ഇനി നമ്മുടെ ഡ്രൈവും കൂടെ നോക്കാം.
അതാ ഡ്രൈവിൽ ഇവിടെ ചെക്കിംഗ് എന്നും പറഞ്ഞ് കാണിക്കുന്നുണ്ട്. ഇവിടെ ഒരു ചുവപ്പ് എംബ്ലം ഉണ്ടായിരുന്നു. ഫോൾട്ട് എന്തെങ്കിലും വരുമ്പോൾ ഈ ഗുഡ്വിയുടെ ഡ്രൈവിലാണെങ്കിൽ ഇത് പവറും ഇത് പവർ അതായത് ഈ മെഷീൻ്റെ പവർ ഓൺ ആണെന്നുള്ള സിമ്പലാണിത്. ഇത് മെഷീൻ ജനറേഷൻ നടക്കുന്നു എന്നുള്ളത്. പിന്നെ ഇതാണ് സിമ്പൽ. ഈ സിമ്പലിൽ കത്തിക്കിടക്കുകയാണെങ്കിൽ റെഡ് ആണെന്നുണ്ടെങ്കിൽ അത് നമ്മുടെ ഈ ഡ്രൈവിൻ്റെ പുറകുവശത്ത് തന്നെ ഒരു ഇൻഡിക്കേഷൻ കൊടുത്തിട്ടുണ്ട്. പവർ ആണെങ്കിൽ യെല്ലോ കാണും, പച്ച കത്തി ഈ എംബ്ലം ഉണ്ടെങ്കിൽ വർക്കിംഗ് ആണ്, ഈ റെഡ് ആണ് ഇതിനകത്ത് കത്തുന്നതെങ്കിൽ ഫോൾട്ട് ആണെന്നുള്ളത് കൊടുത്തിട്ടുണ്ട്. ഇത്രയും കാര്യങ്ങൾ നമ്മൾ ജനറലായിട്ട് അറിയാൻ വേണ്ടിയിട്ടുള്ളതാണ്. ഇതാ ഇപ്പോൾ ഇവിടെ ജനറേഷൻ കാണിച്ചു തുടങ്ങിയിട്ടുണ്ട്. നോർമൽ എന്നാണ് കാണിക്കുന്നത്. ഇതാ ഈ ടുഡേ ഇന്ന് ജനറേഷനൊന്നുമില്ല. കാര്യം ഇത് കുറച്ച് നാളായിട്ട് എനിക്ക് തോന്നുന്ന ഒരു 10-25 ദിവസമായിട്ട് ജനറേഷനൊന്നും ഇല്ലാതെ കിടക്കുവാണ്. നമ്മളത് ശ്രദ്ധിച്ചില്ല. ഇപ്പോഴാണ് ഞാനിത് ശ്രദ്ധിച്ചത്. അതുകൊണ്ട് നഷ്ടം നമ്മുടെ ജനറേഷനിലുണ്ടായ എനർജി നമുക്ക് ഉപയോഗിക്കാനോ KCBക്ക് കൊടുക്കാനോ ഒന്നും പറ്റിയില്ല. ഇപ്പോൾ എന്തായാലും സംഭവം നോർമലാണ്, ഓക്കെ ആയിട്ടുണ്ട്. എന്തായാലും ഞാൻ വിളിച്ചു, അവരുടെ അസിസ്റ്റൻസ് എടുത്തു. അപ്പോൾ അവർ പറഞ്ഞു തന്നതുപോലെ തന്നെ നമുക്ക് കാര്യങ്ങൾ എല്ലാം ഓക്കെ ആയി. അതായത് പവറൊന്ന് ഓഫ് ചെയ്ത് നോക്കുക. പവർ ജനറേഷൻ നടക്കുന്നതിൻ്റെ സിമ്പൽ പച്ച കത്തുന്നുണ്ട്. അപ്പോൾ നമ്മുടെ സിസ്റ്റം ഇപ്പോൾ ഓക്കെ ആയിട്ടുണ്ട്. ചെക്കിംഗ് എന്നും പറഞ്ഞ് കാണിക്കുന്നു. നേരത്തെ യൂട്ടിലിറ്റി ലോസ് എന്നായിരുന്നു കാണിച്ചിരുന്നത്. ഇപ്പോൾ എന്തായാലും അത് മാറിയിട്ടുണ്ട്. കുറച്ച് കഴിയുമ്പോൾ നമ്മുടെ മൊബൈൽ ആപ്പിലും ഇത് വന്നിട്ടുണ്ടോ ഓക്കെ ആണോ എന്നുള്ളത് നോക്കാം. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആരും മറക്കണ്ട, നിങ്ങൾ ഈ പറഞ്ഞതുപോലെ പ്ലാന്റ് ഇടയ്ക്ക് ഇതുപോലെ ഒരു ഫ്യൂസ് പോവുകയോ ബ്രേക്കറുകൾ ട്രിപ്പ് ആവുകയോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടായിക്കഴിഞ്ഞാൽ നമ്മുടെ ജനറേഷനെ ബാധിക്കും. അപ്പോൾ ഈ കാര്യം നമ്മൾ ഇടയ്ക്കിടയ്ക്ക് എന്തായാലും ചെക്ക് ചെയ്യണം. ഇപ്പോൾ ഇവിടെ നമ്മുടെ സോളാറിൻ്റെ മീറ്റർ, നെറ്റ് മീറ്റർ, ഇത് സോളാർ മീറ്ററാണിത്, അത് വർക്ക് ചെയ്യുന്നുണ്ട്. ഇത് വർക്ക് ചെയ്യുന്നുണ്ട്. ഇവിടെ വന്ന് നമ്മുടെ പ്ലാന്റിൽ നോക്കിയില്ലെങ്കിലും നമ്മൾ നമ്മളുടെ മൊബൈൽ ആപ്പിൽ നോക്കാൻ മറക്കണ്ട. അതുപോലെ തന്നെ നമ്മൾ ഓർത്തിരിക്കേണ്ട മറ്റൊരു കാര്യമാണ്, ഇപ്പം നമുക്ക് KCB പോയിരിക്കുകയാണ്, KCB സപ്ലൈ പോയിരിക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞതുപോലെ നമ്മുടെ സോളാർ മീറ്ററിൽ ജനറേഷൻ ഒന്നും കാണിക്കത്തില്ല, വെറുതെ ബ്ലാങ്ക് ആയിട്ട് നിൽക്കും. അതുപോലെ തന്നെ നമ്മുടെ KCB നെറ്റ് മീറ്ററിലും ഇൻഡിക്കേഷനോ കാര്യങ്ങളൊന്നും കാണത്തില്ല, ബ്ലാങ്ക് ആയിട്ട് ഇരിക്കും. ആ സമയത്ത് നമ്മളുടെ ഡ്രൈവ് നേരത്തെ നമ്മൾ ആ ഫോൾട്ടിൽ കാണിച്ചതുപോലെ തന്നെ അപ്പോഴും ഇവിടെ യൂട്ടിലിറ്റി ലോസ് എന്നും പറഞ്ഞ് തന്നെയാണ് കാണിച്ചിരിക്കുന്നത്. നേരത്തെ കണ്ട സെയിം ഫോൾട്ട്, അതായത് ഇവിടെ ഇത് ചുവപ്പായിട്ട് ഇരിക്കുന്നു, ഇതിനകത്ത് യൂട്ടിലിറ്റി ലോസ് എന്നും പറഞ്ഞ് കാണിച്ചിരിക്കുന്നത്. അതായത് നമ്മുടെ ഡ്രൈവിന് KCBയുടെ എന്നുള്ള ഈ AC/DC എന്നുള്ള സപ്ലൈ കിട്ടുന്നില്ല എന്നുള്ളതാണ് അതിനകത്തുനിന്ന് അനുമാനിക്കാവുന്നത്. മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ബൈ.